തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം തിരുവനന്തപുരം കോർപ്പറേഷനാണ്. കാരണം കയ്യെത്തും ദൂരത്ത് നിൽക്കുകയാണ്. ഇക്കുറി അത് നേടിയില്ലെങ്കിൽ പിന്നെ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തണ്ട. അതുമല്ല, ഈ കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നൊരു 3 നിയമസഭാ സീറ്റെങ്കിലും ഉറപ്പാക്കാമെന്നുള്ളൊരു കണക്ക് കൂട്ടലും ഉണ്ട്. അപ്പം തദ്ദേശത്തിൽ എവിടെ വരെ എത്തും തിരുവനന്തപുരത്ത് ബി ജെ പി? തിരുവനന്തപുരത്ത് വേണമെന്ന് വെച്ചാൽ ബി ജെ പിക്ക് ഒരു കാവിക്കൊടി പാർപ്പിക്കാൻ പറ്റുന്ന ഒരു കോർപ്പറേഷനാണ്, സംശയമില്ല. അത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം കിട്ടിയ 34 സീറ്റ്, ഇപ്പം 100 സീറ്റുള്ളപ്പോൾ അവർക്ക് 34 സീറ്റുണ്ട്. അത് വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അതായത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ കണക്ക് നോക്കിയാൽ പോലും, അല്ലെങ്കിൽ അതിന് മുമ്പത്തേത് നോക്കിയാലും ഏത് നോക്കിയാലും, ഇപ്പോൾ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി വളരെ വ്യക്തമായ ലീഡുണ്ട്. ഒന്ന് നേമം, ഒന്ന് വട്ടിയൂർക്കാവ്, ഒന്ന് കഴക്കൂട്ടം. ഈ 3 നിയമസഭാ മണ്ഡലങ്ങളിലെ വാർഡുകളും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വരുന്നതാണ്. ഇതും തിരുവനന്തപുരം മണ്ഡലം, അവിടെ ബി ജെ പിക്ക് കുറേ പ്രദേശങ്ങൾ വളരെ വ്യക്തമായ ലീഡ് കിട്ടുന്നതാണ്. അപ്പോൾ അതുൾപ്പെടെ ഒരു 67 മണ്ഡലങ്ങളിൽ അവർ 67 വാർഡുകളിൽ അവർ ലീഡ് ചെയ്തു കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ. ആ പാർലമെൻറ്റ് ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖരായിരുന്നു സ്ഥാനാർത്ഥി എന്നുള്ളതുകൊണ്ട് 67 നമുക്കിപ്പോൾ പ്രതീക്ഷിക്കണമെന്നില്ല. പക്ഷെ എന്നാലും ബി ജെ പിക്ക് തീർച്ചയായിട്ടും 67-ൽ കുറേ പോയാലും 51 പിടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അവരുടെ കണക്കൂട്ടൽ. വലിയ കുഴപ്പമില്ലാതെ ഇപ്പം 101 വാർഡുകളാണ്. ഇപ്പോൾ ഒരു വാർഡും കൂടെ കൂടിയിട്ടുണ്ട്, 101 ആയിട്ടുണ്ട്. അപ്പം പക്ഷേ പണ്ടത്തെ സ്ട്രക്ചർ അല്ല ഇപ്പം. അത് CPM വളരെ ബുദ്ധിപൂർവം കളിച്ച് വാർഡുകൾ പല വിധത്തിൽ വിഭജിച്ച് വെച്ചിരിക്കുന്നത് യാതൊരു ഷേപ്പും രൂപവും ഇല്ലാതെയാണ്. ഞാൻ പറയും, കോമാങ്ങ ഷേപ്പിലുണ്ട്, പടവലങ്ങ ഷേപ്പിലുണ്ട്, മത്തങ്ങ ഷേപ്പിലുണ്ട്, ഒരു ഷേപ്പ്ലെസ് ആക്കി ഒരു വാർഡ് വിഭജനം നടത്തി വെച്ചിരിക്കുകയാണ്. അതിനകത്തൊക്കെ CPM വളരെ കണക്കൂട്ടലുണ്ട്. അവർക്ക് വിജയിക്കാൻ പറ്റുന്ന വിധത്തിലാക്കിയൊക്കെ പലതും വെച്ചിട്ടുണ്ട്. അതൊരു വെല്ലുവിളിയാണ്. പിന്നെ VV രാജേഷ് പറഞ്ഞു 32,000-ഓളം ഡബിളിങ്ങും മറ്റുമായിട്ടുള്ള വോട്ടുകളുണ്ട്. വോട്ട് ചോരി പറയുന്ന രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് അത് നോക്കേണ്ടതാണ്. 32,000 വോട്ട് ഡബിളിങ്ങും മറ്റതും മറിച്ചതൊക്കെ ആയിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ VV രാജേഷ് പറഞ്ഞിരിക്കുകയാണ്. 32,000 എന്ന് പറഞ്ഞാൽ 100 വാർഡുകൾ വരുമ്പോൾ അതിനകത്ത് ഏതാണ്ട് 320 വോട്ടാണ്. നിസ്സാരമല്ല. ഒരു വാർഡിൽ ചിലപ്പോൾ 100 വോട്ടിന് താഴെയൊക്കെയാണ് ചിലപ്പോൾ ജയിക്കുന്നത്. 320 വോട്ടെന്ന് പറഞ്ഞാൽ എതിർ സൈഡിലേക്ക് 320 വോട്ട് പോകുമ്പം അവിടെ 600 ചില്ലാന വോട്ടിൻ്റെ ലീഡായി, 640 വോട്ടിൻ്റെ ലീഡായി. മനസ്സിലായി? വലിയ ഒരു പെർസെൻറ്റേജാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ ഉള്ളതായിട്ട് പറയുന്നു. അതിനെക്കുറിച്ചൊന്നും ആരും അഡ്രസ്സ് ചെയ്തില്ല. എന്നാൽ പോലും ഇപ്പോഴത്തെ ഒരു ജനറൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ പോകുമ്പം ഇതൊക്കെ വോട്ട് കുറയ്ക്കാവുന്ന ഘടകങ്ങളാണെങ്കിൽ പോലും ഒരു ജനറൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒന്നാമതെത്താൻ സാധ്യതയുള്ള പാർട്ടി ഇന്ന് BJP ആണെന്നുള്ളതാണ് ഈ തിരുവനന്തപുരത്ത്. തൊട്ടടുത്ത് CPM വരും, യാതൊരു സംശയവുമില്ല. CPM-ഉം വലിയ വ്യത്യാസമില്ലാതെ. കോൺഗ്രസ് നേരത്തെ സ്ഥാനാർത്ഥി പട്ടിക വന്നുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാകുമെന്ന് അതുകൊണ്ട് കാര്യമില്ല. കാരണം കോൺഗ്രസിന് അതിനുള്ള താഴെത്തട്ടിലെ ആളില്ല. ഇപ്പം K മുരളീധരൻ വളരെ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. എല്ലായിടത്തും അദ്ദേഹം ബൂത്ത് കമ്മിറ്റികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള തീവ്രമായ ശ്രമത്തിലാണ്. സ്ഥാനാർത്ഥികൾ ഒരുവിധം മെച്ചപ്പെട്ടവരെയൊക്കെ ഇറക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ മണ്ഡലം അറിയാമല്ലോ, നേമം മണ്ഡലവും അദ്ദേഹം ഇലക്ഷൻ നിന്നിട്ടുള്ളതാണ്. വട്ടിയൂർക്കാവ് നന്നായിട്ടറിയാം. ഈ 2 പ്രധാനപ്പെട്ട ആൾക്കാരെയും ഏജന്റുമാരെയും വ്യക്തികളെയും പാർട്ടിക്ക് അതീതമായി നിൽക്കുന്ന വ്യക്തികളെയൊക്കെ അറിയാവുന്ന ആളാണ് മുരളീധരൻ. അപ്പം അദ്ദേഹം ലീഡ് ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെ 10-ൽ നിന്ന് വലിയൊരു ജമ്പുണ്ടാവും. അത് 20 വരെ പോകാം എന്ന് എൻ്റെ ഒരു അസസ്മെൻറ്റിൽ തോന്നുന്നുള്ളൂ. അതിനപ്പുറം പോകുമെന്നുള്ളത് സംശയമാണ്. BJP-യും അതുപോലെ ഒരു 50-ൽ എത്തിയില്ലെങ്കിൽ അതിനടുപ്പിച്ചെങ്കിലും വന്ന് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസും ഒരു 20 വരെ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു തൂക്കുസഭയിലേക്ക് പോകും. തൂക്കുസഭയിലേക്ക് പോകേണ്ടി വരും. ഞാൻ പറഞ്ഞ രീതിയിലുള്ള 51 BJP-ക്ക് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, എൻ്റെ ഒരു കണക്കുകൂട്ടൽ 51 BJP-ക്ക് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തൂക്കുസഭയിലേക്കാണ് പോകുക. പക്ഷെ BJP-ക്ക് ഇപ്പോൾ വേണം, കിട്ടേണ്ട സമയമാണ്. ഇപ്പോഴാണ് കിട്ടേണ്ട സമയം. വളരെ അനുകൂലമായ ഘടകങ്ങളുണ്ട്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ഇവിടെ ഇലക്ഷൻ്റെ ക്യാമ്പയിൻ ഉൾപ്പെടെയുള്ളത് നടത്താനുള്ള പരിപാടി ഇട്ടിരിക്കുകയാണ്.
അതിനുള്ള മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഇലക്ഷൻ അജണ്ട തന്നെ വികസിത അനന്തപുരി എന്നുള്ള രീതിയിലുള്ള ആ ഒരു പ്രൊപ്പഗാൻഡയിൽ ഒരുപാട് പ്ലാനുകൾ ഇട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഒരു മെഡി സിറ്റി, അതുപോലെ തന്നെ ആറ്റുകാലൊക്കെ ഉൾപ്പെടെ ഉള്ള പ്രദേശങ്ങളെ ഒരു ഒരു പിൽഗ്രിം സെൻറ്റർ, ആറ്റുകാൽ പത്മനാഭസ്വാമി ക്ഷേത്രം, അവിടുത്തെ പള്ളിയൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും ഒരു പിൽഗ്രിം സെൻറ്റർ ഒക്കെ അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ പല റോഡുകളുടെ വികസനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ വരും, ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ മെട്രോയുടെ കാര്യങ്ങൾ, മെട്രോയ്ക്കൊക്കെ കേന്ദ്ര ഗവൺമെൻറ് സഹായം വേണമല്ലോ, അകമഴിഞ്ഞ സഹായം വേണം. പിന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട്. അതുപോലെ തന്നെ IT സെക്ടർ, തിരുവനന്തപുരത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് ടെക്നോ പാർക്ക് അടക്കമുള്ള IT സെക്ടറാണ്. അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനം, ഈ കാര്യങ്ങളൊക്കെ BJPക്ക് ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നേരിട്ട് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്നതാണ്. അതൊക്കെ അവർ ഈ ഇലക്ഷനിലും പറയും. അത് ഇവിടുത്തെ നാട്ടുകാർക്ക് തൊഴിൽ സാധ്യത ഒരുപാട് വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ഈ IT സെക്ടറുമായി ബന്ധപ്പെട്ടാണ് ഈ ചിപ്പ് നിർമ്മാണം. ഇപ്പം നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു സാധനമാണ് ചിപ്പ് നിർമ്മിക്കുക. 1,73,000 കോടി രൂപയാണ് ഈ അത്തരം ഫാക്ടറികൾ തുടങ്ങുന്നതിനും ചെറുകിട വ്യവസായങ്ങൾ തുടങ്ങുന്നതിനും സ്റ്റാർട്ടപ്പുകൾക്കുമായിട്ട് കേന്ദ്ര സർക്കാർ മാറ്റി വെച്ചിരിക്കുന്നത്. ആ ഫണ്ടുകളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ മൈക്രോ ചിപ്പുകൾ ഉണ്ടാക്കുന്നത്, അതായത് നമ്മുടെ റോബോട്ടുകൾ മുതൽ റോക്കറ്റ് വരെ എന്തിനും വേണ്ട സാധനങ്ങളാണ്. മൊബൈലിലും മൊബൈൽ വാച്ചിലും വരെ വേണ്ട ചെറിയ ചെറിയ ചിപ്പുകൾ ഉണ്ടാക്കാം. ഇതൊക്കെ വ്യാപകമായി കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് സംരംഭങ്ങളാണ്. അതിനൊക്കെ ഉള്ള പ്രോത്സാഹനം കൊടുക്കാൻ BJPക്കും കേന്ദ്ര സർക്കാരിനും കഴിയും. അവരുടെ ഫണ്ട് അതിനകത്ത് ഉപയോഗിക്കാൻ കഴിയും. ഇതുപോലത്തെ ഒരുപാട് പ്രോജക്റ്റുകൾ അവർ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ആ രീതിയിലാണ് BJP അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഈ 62 സീറ്റ് ഇവർ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നിയമസഭാ മത്സരത്തിൽ ഇവർക്ക് തീർച്ചയായിട്ടും ഒരു 3 സീറ്റ് ഉറപ്പിക്കാവുന്നതാണ്. 3 ഇവിടെ 5 സ്ഥലത്ത് ഇവർക്ക് നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ, തിരുവനന്തപുരത്ത് 4 ഉറപ്പ്, 5 നല്ല രീതിയിൽ പരിശ്രമിച്ചാൽ 5 സീറ്റുകൾ തിരുവനന്തപുരത്ത് പിടിക്കാൻ BJPക്ക് കഴിയും. അവരാ രീതിയിൽ സ്ഥാനാർത്ഥികൾ ആണ് പ്രധാനം. ഇപ്പോൾ തിരുവനന്തപുരത്ത് BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് താഴെത്തട്ടിലെ റെസിഡൻസ് അസോസിയേഷൻ മുതലുള്ള ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് എനിക്കറിയാം. BJPക്ക് ഇപ്പോൾ പൊതുവെ അനുകൂലമായൊരു സാഹചര്യം തിരുവനന്തപുരത്തുണ്ട്. അതവർ കോർപ്പറേഷനിലും മറ്റേതിനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല ഗുണം ചെയ്യും. പിന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ കോർപ്പറേഷൻ ഇലക്ഷനാണ് പറയുന്നത്. ഇവിടെ CPMനെ നമ്മൾ തള്ളിക്കളയാൻ പറ്റില്ല. CPM നല്ല കുറേ സ്ഥാനാർത്ഥികളെ അവർ എന്തായാലും നിർത്തും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവരുടെ S. ദീപക് എന്ന് പറയുന്ന മേയർ സ്ഥാനാർത്ഥി തന്നെ മികച്ച ആളാണ്. പിന്നെ മുൻ മേയറായിരുന്ന K. ശ്രീകുമാർ വഞ്ചിയൂർ ഏരിയ കമ്മിറ്റിയിൽ അദ്ദേഹം ഇലക്ഷൻ മത്സരിക്കുന്നുണ്ട്. പിന്നെ SFIയിലെയും DYFIയിലെയൊക്കെ നല്ല ചുറുചുറുക്കുള്ള പിള്ളേരെ ആണ് അവർ അധികവും സ്ഥാനാർത്ഥികളാക്കാനായിട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് BJPയും ആ രീതിയിൽ സ്ഥാനാർത്ഥികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഇതിലേക്ക് വരില്ല. കാരണം ഇതിൽ പ്രാദേശിക ഒരു കൺസിഡറേഷൻ വളരെ പ്രധാനമുണ്ട്. ഈ സ്ഥാനാർത്ഥികൾ ആരാണെന്നുള്ളത് എല്ലാവരും നോക്കും വാർഡുകൾ സംബന്ധിച്ച് വരുമ്പോൾ. അപ്പം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസും അതുപോലെ തന്നെ, കോൺഗ്രസിന് ഈ തീരദേശം ഉൾപ്പെടെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. അവർക്ക് ഒരു 20 സീറ്റ് പിടിക്കാൻ പറ്റിയ സംഗതി അവിടെ കിട്ടും. ഇപ്പോൾ 10 കിട്ടിയുള്ളൂ. അവർക്ക് അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഈ കേശവാസരം, മണ്ണന്തല, കുറേ അങ്ങനത്തെ നാലാഞ്ചിറ, കുറേ അങ്ങനത്തെ കുറേ ക്രിസ്ത്യൻ ബെൽറ്റുള്ള കുറേ സ്ഥലങ്ങൾ കോൺഗ്രസിന് ശക്തി കേന്ദ്രങ്ങളായിട്ട് വേണമെങ്കിൽ കണക്ക് കൂട്ടാവുന്നതുണ്ട്. അത് മാത്രമല്ല പിന്നെ 3-4 സ്ഥലങ്ങൾ അത്തരത്തിൽ ഉള്ളത് വേറെയുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കോൺഗ്രസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയും. തീരദേശത്ത് ഒരു 10ഓളം, തീരദേശം കോവളത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഒരു 10ഓളം സീറ്റുകൾ അവർക്ക് കിട്ടും. എല്ലാം കൂടെ ഒരു 20 സീറ്റിനടുപ്പിച്ച് യാതൊരു സംശയവുമില്ലാതെ അനായാസം ജയിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അത് എത്രത്തോളം അവർ ഉപയോഗിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു 30 സീറ്റെങ്കിലും അവർ ലക്ഷ്യമിടുന്നുണ്ടെന്ന് തോന്നുന്നു. 30 സീറ്റ് കോർപ്പറേഷനെങ്കിൽ ലക്ഷ്യമിടുന്നുണ്ട്. 20 സീറ്റിൽ അവർക്ക് വേണമെങ്കിൽ വിജയിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ത്രികോണം ഒക്കെ വരുമ്പം അവർക്ക് അത്തരത്തിലുള്ളൊരു ചാൻസ് വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും
BJPക്ക് ഭരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തൂക്കുമന്ത്രിസഭയായിരിക്കും, അത് സംശയമില്ല. കഴിഞ്ഞ തവണത്തെ പോലെ 51 സീറ്റ് LDFന് പിടിക്കാൻ കഴിയുമോ എന്നുള്ളത് ഇപ്പോൾ സംശയമാണ്. അല്ലെങ്കിൽ അതിഭയങ്കരമായ വോട്ട്, ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ BJPയും കോൺഗ്രസും പല മണ്ഡലത്തിലും പിടിക്കുകയാണെങ്കിൽ മാത്രമേ CPM ഭൂരിപക്ഷത്തിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുള്ളൂ. അല്ലാത്ത പക്ഷം BJPക്ക് വളരെ സ്കോപ്പുണ്ട്, അവർ നേരെ ശ്രമിച്ചാൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.